ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഞണ്ടിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും താമസിക്കാതെ നമുക്ക് എന്താണെന്ന് നോക്കാം റെസിപ്പി. അപ്പോൾ ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചിയും ഒരു 6 മുതൽ 7 അല്ലി വെളുത്തുള്ളി വരേണ്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം, വലിയ ജീരകം, പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളകും വേണം. അപ്പോൾ കുരുമുളക് ഞാനിവിടെ മുഴുവനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകും പെരിഞ്ജീരകവും രണ്ടും പൊടിയായിട്ട് എടുത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ മസാലക്കൂട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒട്ടും എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ 1/2 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കിട്ടുന്ന ഒരു സോഫ്റ്റ് ഷെൽ ക്രാബ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ പെട്ടതാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഹാർഡല്ല ഈ ഷെല്ല്, അതുകൊണ്ട് പെട്ടെന്ന് വേഗം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പെരിഞ്ജീരകവും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള മസാലക്കൂട്ട് ഒന്ന് കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അടുപ്പിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നത് വെളുത്ത്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉരുകി കിട്ടും. എന്നിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ കേരളത്തിലെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. പിന്നെ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് അത് മെൽറ്റായി അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം കൂടെ ഉള്ളതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി പോകണം. നല്ല പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത് വരണം. അപ്പം അതിനൊരു 10 മിനിറ്റോളം ടൈം എടുക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം നമുക്ക് കാണാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അതങ്ങ് ശരിയായിക്കോളും. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. കാരണം അപ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ സവാളയൊക്കെ ഉള്ളൊരു 1/4 ഭാഗം വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-8 മിനിറ്റ് എടുക്കും അതൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് ശരിയായി വരാനായിട്ട്. കാരണം എൻ്റെ ഒന്നാമത് ഒരുപാട് പഴുത്ത തക്കാളി ആയിരുന്നില്ല, അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തു. പിന്നെ ആ തക്കാളി നന്നായിട്ട് വെന്ത് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മാത്രമാണ് നമ്മൾ പൊടികൾ ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ആ മസാലയുടെ നല്ല പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കിനി ക്രാബ് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഞണ്ട് ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം, എന്നിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേകാനും വേണ്ടിയുള്ള വെള്ളമാണ്. അത് നന്നായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. ഞാൻ 1/2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ ഞണ്ടിന് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ വേവില്ല. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ഗ്രേവിയൊക്കെ തിക്കായി കുറുകി റെഡി ആയിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല, ഇത് ഓൾറെഡി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ പോരായ്മ ഉണ്ടെങ്കിൽ ചേർക്കാം.
അപ്പോൾ നമ്മുടെ ഇതേ ക്രാബ് രുചികരമായ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി ഇതുപോലൊരു റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.